ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ ഹനുസദൻ എന്നൊരു വ്യത്യസ്തമായ ബംഗാളി സിനിമയാണ് കാണാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ അരികിൽ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നമ്മൾക്ക് സിനിമയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ജയിൽ കാണിക്കുന്നു. ഇത് കൽക്കട്ടയിലുള്ള ഒരു ജയിലാണ്. അതും പ്രധാനമായും സ്ത്രീകൾ മാത്രമുള്ള ജയിൽ. ഈ ജയിലിന് പുറകിലാണ് പുരുഷന്മാർ മാത്രമുള്ള ജയിൽ. അവിടേക്കൊരു വണ്ടി വരുന്നു. അതിൽ നിന്ന് ധാരാളം വനിതാ തടവുകാർ ഇറങ്ങുന്നു. അതിലാണ് ഈ സിനിമയുടെ പ്രധാന തടവുകാരിയായ നമ്മുടെ നായിക അനുമിതയും പുറത്തിറങ്ങുന്നത്. നമ്മുടെ നായിക അനുമിത ഇപ്പോൾ ഗർഭിണിയാണ്. പ്രസവിക്കാറായ സമയത്ത് അമ്മയുടെ വീട്ടിൽ പോകേണ്ട അവൾ ഇപ്പോൾ ഒരു വലിയ കുറ്റം ചെയ്ത് ഈ ജയിലിലേക്ക് വന്നിരിക്കുകയാണ്. അനുമിത ഒരു പാവം പെൺകുട്ടിയാണ്. ജേർണലിസം പഠിച്ചിട്ടുണ്ടെങ്കിലും വളരെ നിഷ്കളങ്കയാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നത് കൊണ്ട് ജയിലിലെ ഒരു മൂലയിൽ ഇരിക്കുകയാണ്. പോലീസുകാർ അവളുടെ തലയിലടിച്ച് നിന്റെ പേരല്ലേ വിളിക്കുന്നത്, എന്ത് ട്രിപ്പിനാണോ വന്നത് എന്ന് ചോദിച്ച് അനുമിതയെ ജയിലിനുള്ളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു. ജയിലിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ വീട്ടിൽ നിന്നോ പുറത്തു നിന്നോ ഒരു സാധനവും ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതിനായി അവരുടെ ശരീരം മുഴുവൻ പരിശോധിക്കുന്നത് പതിവാണ്. അങ്ങനെ അവളെ പരിശോധിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സീൻ കട്ട് ചെയ്ത് ഇതേ അനുമിത ഒരു 6-7 മാസം മുൻപ് എത്ര സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നതെന്ന് കാണിക്കുന്നു. അവിടുത്തെ ഒരു വലിയ ചാനലിൽ അവൾ ഒരു ന്യൂസ് റീഡർ ആയിരുന്നു. അനുമിതയ്ക്ക് ഒരു CEO ഉണ്ട്. നാട്ടുകാർ വാവൊളിക്കുന്ന ഒരു സൂപ്പർ ന്യൂസ് കൊണ്ടുവരാൻ അദ്ദേഹം എപ്പോഴും അനുമിതയോട് പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം അനുമിതയ്ക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നു. നീ ജയിലിൽ പോകണം. എന്തിന് ജയിലിൽ പോകണം? അതല്ല മോളെ, കുറച്ച് നാൾ മുൻപ് നമ്മുടെ നാട്ടിലെ ഒരു മന്ത്രി ജയിലിൽ അറസ്റ്റിലായിട്ടുണ്ട്. ജയിലിലുള്ള അദ്ദേഹത്തെ പോയി നീ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് വരണം. അതിന് അനുമിത സമ്മതിക്കുന്നു. ഇപ്പോൾ ഞാൻ പറയുന്നത് മുഴുവൻ ഫ്ലാഷ് ബാക്ക് ആണ്. അങ്ങനെ നായിക രാത്രി മന്ത്രിയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു ഫോൺ കോൾ വരുന്നു. അത് അവളുടെ കാമുകനിൽ നിന്നായിരുന്നു. വൈകാതെ തന്നെ അവൾ കാമുകനെ വിവാഹം കഴിക്കാനിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മൊയ്ത്ര. ഇതേ സമയം നമ്മുടെ നായികയുടെ കുടുംബത്തെയും കാണിക്കുന്നു. നായികയ്ക്ക് അച്ഛനില്ല. അമ്മയുടെയും മുത്തശ്ശിയുടെയും അനിയത്തിയുടെയും കൂടെയാണ് അവൾ വളർന്നത്. അങ്ങനെ ഒരു പുരുഷനില്ലാത്ത വീട്ടിൽ വളർന്ന നായിക ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് വലിയ സന്തോഷത്തിലാണ്. അടുത്ത ദിവസം നായിക അവളുടെ ക്യാമറാമാനെയും കൂട്ടിക്കൊണ്ട് ഇപ്പോൾ, അതായത് പ്രസന്റിൽ തടവുകാരിയായി വന്നിരിക്കുന്ന അതേ ജയിലിലേക്ക് ഒരു ജേർണലിസ്റ്റായി വന്നിറങ്ങുന്നു. അപ്പോൾ അവൾക്ക് വലിയ ബഹുമാനമാണ്. പരിശോധിക്കുന്ന സ്ഥലത്ത് പോലും ചെക്ക് ചെയ്യാതെ അവളെ നേരെ അകത്തേക്ക് അയക്കുന്നു. സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ പ്രസന്റിൽ നമ്മുടെ നായിക ആ ചെക്കിങ്ങിനായി ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നത് കാണാം. അവിടെ അവൾ ഒരു ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ അവിടുത്തെ പോലീസുകാർ ഒരു മുറിയിൽ പോയി നിൽക്കാൻ പറയുന്നു. അവളുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് അവളെ അവിടെ ക്രൂരമായി പരിശോധിക്കുന്നു. അതെല്ലാം കാണുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് പെട്ടുപോയല്ലോ എന്ന് കരുതി നായികയാകെ ഭയന്നു പോകുന്നു. ഇപ്പോൾ കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. നായിക ആദ്യമായി ഇൻ്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ അവിടുത്തെ ജയിലറെ കാണുന്നു. അദ്ദേഹം വളരെ മര്യാദയോടെയാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ സ്ത്രീകളുടെ ജയിലിലാണ്. ഇവിടെ നിന്ന് അടുത്ത കോമ്പൗണ്ടിലേക്ക് പോയാൽ പുരുഷന്മാരുടെ ജയിലായി. അവിടെയാണ് മന്ത്രിയുള്ളത് എന്ന് പറയുന്നു. അങ്ങനെ അവർ അന്വേഷിച്ചു വന്ന മന്ത്രിയെ കാണിക്കുന്നു. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. പക്ഷികളെയും മരങ്ങളെയും ചെടികളെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നയാൾ. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ നായിക വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീകളുടെ ജയിൽ തീരുന്ന ഒരു റൂമിനടുത്തെത്തുമ്പോൾ അവിടെ നിന്നൊരു ഗർഭിണിയായ സ്ത്രീ പുറത്തേക്ക് ഓടി വരുന്നു. അമ്മേ, എന്നെ രക്ഷിക്കൂ അമ്മേ, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുന്നു, എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞവർ അലറുന്നു. അത് കാണുമ്പോൾ നായികയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അവിടുത്തെ പോലീസുകാർ വന്ന് ആ സ്ത്രീയെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു. ജയിലർ അവരോട് അവർക്കല്പം മാനസിക പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. നമ്മുടെ നായിക മന്ത്രിയെ കണ്ട് ഇൻ്റർവ്യൂ എടുക്കുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ക്യാമറാമാനോടൊപ്പം വീട്ടിലേക്ക് പോകുമ്പോൾ അവൾക്ക് ജയിലിനുള്ളിൽ കണ്ട ആ സ്ത്രീയെ ഓർമ്മ വരുന്നു. വീണ്ടും ജയിലിലേക്ക് വന്ന് ഞാൻ അകത്തേക്ക് വരുമ്പോൾ എൻ്റെ കാലിൽ വീണ ആ സ്ത്രീയുടെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴാണ് ലളിത എന്ന പേര് അവർ പറയുന്നത്. അതും നായിക നോട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ കഥ പ്രസൻ്റ് ആണ് കാണിക്കുന്നത്. നായിക ആദ്യ ദിവസം ജയിലിൽ ആഹാരത്തിനായി ക്യൂ നിൽക്കുന്നു. അവിടെയുള്ള ലേഡി വാർഡന്മാർ നായികയ്ക്ക് അല്പം ആഹാരം മാത്രം വിളമ്പി മുട്ട പോലും വെക്കാതെ അവിടെ നിന്ന് അയക്കുന്നു. അപ്പോൾ നായികയുടെ അടുത്ത് അവളെ പോലെ മറ്റൊരു തടവുകാരി വരുന്നു. അവർ അറിയാതെ ആ ആഹാരം തട്ടിമറിക്കുന്നു. ആഹാരം നിലത്ത് വീഴുന്നു. അവൾ വീണ്ടും പോയി അവിടുത്തെ വാർഡന്മാരോട് ആഹാരം തരാൻ ചോദിക്കുന്നു.
എന്നാൽ അവിടുത്തെ 3 വാർഡന്മാരും ഒരു തവണയെ തരാൻ കഴിയൂ, ഇത് ഹോട്ടലല്ല നിന്റെ ഇഷ്ടത്തിന് കഴിക്കാൻ എന്ന് പറഞ്ഞ് അവളെ അപമാനിക്കുന്നു. അത് മാത്രമല്ല, നായിക ഗർഭിണിയായതിനെയും അവർ മോശമായി സംസാരിക്കുന്നു. ഏതോ ഒരുത്തന്റെ കൂടെ കിടന്ന് കുഞ്ഞിനെ ഉണ്ടാക്കും, തെറ്റ് പുറത്തറിഞ്ഞാൽ ജയിലിൽ വന്ന് അടങ്ങിയിരിക്കും, എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ വളരെ മോശമായി സംസാരിക്കുന്നു. ഇത് കേട്ട് നായികയ്ക്ക് ദേഷ്യം വരുന്നു. കയ്യിലിരുന്ന ജഗ് വെച്ച് ആ വാർഡനെ അടിക്കുന്നു. ജയിലിലുള്ള മറ്റു തടവുകാർ ഇതെല്ലാം കണ്ട് ഞെട്ടുന്നു. അപ്പോൾ ആ വാർഡന്മാർ 3 പേരും ചേർന്ന് നായികയെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതിൽ നായികയ്ക്ക് വലിയ പരിക്കേൽക്കുന്നു. അപ്പോഴാണ് നിർത്തൂ എന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവിടെ കാണാൻ ഭയങ്കരയായ ആമി ജാൻ എന്നൊരു സ്ത്രീ വരുന്നു. അവരും അതേ ജയിലിലെ തടവുകാരിയാണ്. നിനക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാണ് വാർഡനെ കൈവച്ചത് എന്ന് ചോദിച്ച് അവരും നമ്മുടെ നായികയെ അടിക്കുന്നു. ആ ആമി ജാൻ പറയുന്നതാണ് ആ ജയിലിനുള്ളിലെ നിയമം, കാരണം അവരത്ര വലിയ റൗഡിയാണ്. മറ്റൊരു ഭാഗത്ത് വാർഡനുമായി വഴക്കിട്ടതിന് നമ്മുടെ നായികയെ സ്റ്റേഷനിലെ ജയിലർ ഒരു സ്ഥലത്ത് കെട്ടിയിട്ട് അടിക്കുന്നു. ഇപ്പോൾ സീൻ കട്ട് ചെയ്ത് കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. നായികയ്ക്ക് ജയിലിൽ വെച്ച് കണ്ട ലളിത എന്ന സ്ത്രീയുടെ മേൽ ഒരു സംശയം തോന്നുന്നു. അവരെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് കരുതി ലളിതയെ 2 വർഷം മുൻപ് അറസ്റ്റ് ചെയ്ത പോലീസുകാരനെ പോയി കാണുന്നു. അദ്ദേഹത്തോട് നിങ്ങൾ എന്തിനാണ് ലളിതയെ അറസ്റ്റ് ചെയ്തത്, അവരെന്ത് കേസിനാണ് അകത്തുള്ളത് എന്ന് ചോദിക്കുന്നു. കൃത്യം 2 വർഷം മുൻപ് ആ ലളിത തൻ്റെ ഭർത്താവുമായി വഴക്കിട്ട് ഒരു പാറക്കല്ല് തൂക്കി ഭർത്താവിൻ്റെ തലയിലിട്ട് കൊന്നു. അതിനുശേഷം ആരും ജാമ്യം എടുക്കാൻ വരാത്തത് കൊണ്ട് 2 വർഷമായി അവൾ ജയിലിൽ തന്നെയാണ് എന്ന് ആ പോലീസുകാരൻ പറയുന്നു. ഇപ്പോൾ നായികയുടെ സംശയം വർദ്ധിക്കുന്നു. അങ്ങനെ ജയിലിനുള്ളിൽ തന്നെ കഴിയുന്ന ലളിത എങ്ങനെ ഗർഭിണിയായി, അതും സ്ത്രീകൾ മാത്രമുള്ള സ്ഥലത്ത്? അപ്പോൾ ജയിലിനുള്ളിൽ എന്തോ ഒരു തെറ്റ് നടക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ഈ വിഷയം ഉടൻ തൻ്റെ സിഇയോടും പറയുന്നു. എന്നാൽ അദ്ദേഹം, നമുക്ക് വേണ്ടത്ര തെളിവുകളില്ല, ഇതൊന്നും നമുക്ക് ന്യൂസായി ഇടാൻ പറ്റില്ല, നീ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു കൊണ്ടുവാ, അതിനുശേഷം ന്യൂസ് ഇടാമെന്ന് പറഞ്ഞ് നിരസിക്കുന്നു. സീൻ കട്ട് ചെയ്ത് കഥ പ്രസന്റിലേക്ക് വരുന്നു. ഇവിടെ ജയിലറും നായികയെ തല്ലിയതിനു ശേഷം 2 കോൺസ്റ്റബിൾമാരെ വിളിച്ച് ഇവിടെ സെല്ലിനുള്ളിൽ കൊണ്ടുപോയി ഇടൂ എന്ന് പറയുന്നു. അങ്ങനെ അവളെ കൊണ്ടുപോകാൻ പറഞ്ഞത് ആരുടെ സെല്ലിലേക്കാണെന്ന് അറിയാമോ? മുൻപ് നായികയെ തല്ലി ചതച്ച് ആമി ജാൻ എന്ന ഭയങ്കരയായ സ്ത്രീയുടെ ബ്ലോക്കിലേക്കാണ്. ഇപ്പോൾ കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. നമ്മുടെ നായിക മറ്റൊരു ഇന്റർവ്യൂ എടുക്കുന്നതിനായി അതേ ജയിലിലുള്ള മന്ത്രിയെ കാണാൻ വരുന്നു. രാഷ്ട്രീയപരമായി മന്ത്രിയെ മടക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇവിടെ ജുബയൊക്കെ ഇട്ട് നല്ലവനെ പോലെ ഇരിക്കുന്നു, മരങ്ങളെ സ്നേഹിക്കുന്നു, എന്നാൽ പുറത്ത് ഇതേ മരങ്ങൾ വെട്ടി ഫ്ലാറ്റ് കെട്ടി വിൽക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നു. തിരിച്ച് മന്ത്രിയും ചോദ്യങ്ങളെല്ലാം ഓവറായി പോകുന്നുണ്ടല്ലോ, ബോയ്ഫ്രണ്ടിന് സുഖമല്ലേ, നിനക്ക് കല്യാണമാണെന്നൊക്കെ കേട്ടു എന്ന രീതിയിൽ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നു. ഇത് കേട്ട് നായികയ്ക്ക് ഒരു വല്ലായ്മ തോന്നുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നായിക പ്രണയിക്കുന്ന കാമുകൻ ഈ മന്ത്രിയുടെ പാർട്ടിയിൽ ഒരു ഉപദേഷ്ടാവായി ജോലി ചെയ്യുകയാണ്. അതിലൂടെയാണ് അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ കഥ വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. രാത്രി നമ്മുടെ നായികയ്ക്ക് ആഹാരം പോലും കൊടുക്കാതെ വിശന്ന് തളർന്നിരിക്കുമ്പോൾ അവളുടെ സെല്ലിലേക്ക് ആഹാരം കഴിക്കുമ്പോൾ തട്ടിയിട്ട് ആ സ്ത്രീ ആഹാരം കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഞാനാണിത് നിങ്ങൾക്ക് തന്നതെന്ന് പുറത്ത് പറയരുത്, സൂക്ഷിക്കണം, ഈ ജയിലിനുള്ളിൽ ഒരുപാട് ഗ്യാങ്ങുകളുണ്ട്, പ്രത്യേകിച്ച് ആമി ജാനോട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ നായിക അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണുന്നു. ജയിലിനുള്ളിലെ മന്ത്രി തൻ്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിനെ കുറിച്ച് പറയുന്നു. തിരിച്ച് ബോയ് ഫ്രണ്ടും, എനിക്ക് പ്രധാനപ്പെട്ട ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്, ആ വീഡിയോ ഞാൻ പുറത്തുവിട്ടാൽ ആ മന്ത്രി ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും, എൻ്റെ പെൻഡ്രൈവ് വീട്ടിലുണ്ട്, ആ വീഡിയോ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞ് കാറിൽ വേഗത്തിൽ പോകുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു വലിയ അപകടം നടക്കുന്നു. ഇവരെ 2 പേരെയും ഒരു ലോറി വന്നിടിക്കുന്നു. അതിൽ അവർ 2 പേർക്കും ഗുരുതരമായി പരിക്കേൽക്കുന്നു. നമ്മുടെ നായിക കണ്ണു തുറക്കുന്നു. ശരീരം മുഴുവൻ മുറിവുകളാണ്. അവളുടെ ആദ്യത്തെ വാക്ക് എൻ്റെ കാമുകൻ എങ്ങനെയുണ്ട്, എനിക്ക് അവനെ കാണണം എന്നാണ്. എന്നാൽ അവിടെയുള്ളവർ മടിച്ചു നിൽക്കുന്നു. അവൻ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ കോമയിലായി എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട നായികയ്ക്ക് എന്ത് പ്രതികരിക്കണമെന്നറിയാതെ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ വിവാഹമാണ്, അതിനുള്ളിൽ ഇങ്ങനെയൊക്കെയായോ, ഞങ്ങൾക്ക് സംഭവിച്ചത് അപകടമല്ല, ആരോ പ്ലാൻ ചെയ്തതാണ് എന്ന രീതിയിൽ അവർക്ക് ജയിലിലുള്ള മന്ത്രിയെ സംശയം വരുന്നു. ഇതേ സമയം അവിടുത്തെ ഡോക്ടർ നായികയോട് നിങ്ങൾ ഗർഭിണിയാണ് എന്ന സത്യവും പറയുന്നു. ഇപ്പോൾ നായിക തൻ്റെ കാമുകനെ കാണാൻ പോകുന്നു. കാമുകന്റെ അടുത്ത് വന്ന് വേഗം കോമയിൽ നിന്ന് തിരികെ വാ, നമ്മുടെ കുഞ്ഞിനെ ഞാൻ വയറ്റിൽ ചുമക്കുന്നുണ്ട്, ഞങ്ങളെ ഇങ്ങനെ തനിച്ചാക്കി പോകരുത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ അച്ഛനില്ലാതെ വളർന്നത് അതുപോലെ നമ്മുടെ കുഞ്ഞും വളരേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് കരയുന്നു. ഇതെല്ലാം അവിടെ കാമുകന്റെ അച്ഛനും അമ്മയും നായികയുടെ അമ്മയും മുത്തശ്ശിയും എല്ലാവരും കേട്ട് ഞെട്ടി നിൽക്കുന്നു.
മറ്റൊരു വശത്ത് മന്ത്രിയെ കാണിക്കുന്നു. മന്ത്രിയോട് ജയിലിലെ ജയിലർ വന്ന് ജയിലിനുള്ളിൽ മർമ്മമായി ഗർഭിണിയായ ആ ലളിത എന്ന പെൺകുട്ടി ഇപ്പോൾ നിർത്താതെ കരയുകയാണ്. കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ പിടിക്കപ്പെടുമെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. മന്ത്രി അവനെ ഭീഷണിപ്പെടുത്തുന്നു. ഇതുപോലെ നമ്മൾ എത്ര കൺസൈൻമെന്റ് ചെയ്തിട്ടുണ്ട്, ഇതൊന്നും നമുക്കൊരു വിഷയമല്ല, പുറത്തറിയാതെ ഇത് ക്ലിയർ ചെയ്യ് എന്ന് പറയുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായികയെ അവളുടെ TV ചാനൽ CEO വന്ന് കാണുന്നു. നായികയ്ക്കും അടിയേറ്റിട്ടുണ്ടല്ലോ. അവരും എൻ്റെ കാമുകൻ കോമയിലായതിനും എനിക്കിപ്പോൾ അടിയേറ്റതിനും കാരണം ജയിലിലുള്ള മന്ത്രിയാണെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ കാമുകൻ കോമയിലാകുന്നതിന് മുൻപ് ഏതോ ഒരു പെൻഡ്രൈവിനെ കുറിച്ച് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ കണ്ടുപിടിച്ചാൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും മുന്നിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയുന്നു. സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ കഥ വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. നമ്മുടെ നായിക ജയിലിലാണല്ലോ. അവളെ ആമിജാൻ ഇരിക്കുന്ന ബ്ലോക്കിലേക്ക് പോലീസുകാർ കൊണ്ടുവിടുന്നു. അവിടെ ആമിജാൻ ഒരു റാണിയെ പോലെ ഇരിക്കുന്നു. നീ വന്നോ? നീ ഗർഭിണിയാണോ അല്ലയോ എന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഈ ബ്ലോക്കിൽ നീ എൻ്റെ വേലക്കാരിയായിരിക്കണം. പോയി കക്കൂസ് ക്ലീൻ ചെയ്യ് എന്ന് പറയുന്നു. ആ കക്കൂസ് തുറന്നു നോക്കിയാൽ അത്ര ഭീകരമായ അവസ്ഥയിലാണ്. നായികയ്ക്ക് അവിടെ ഓക്കാനം വരുന്നു. എങ്ങനെയോ അതെല്ലാം സഹിച്ച് അവൾ ആ ബാത്റൂം വൃത്തിയാക്കുന്നു. ഇതേ സമയം കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. നായികയ്ക്കും കാമുകനും അപകടം പറ്റിയതിനു ശേഷം നായിക കോമയിലുള്ള കാമുകന്റെ അടുത്തിരിക്കുമ്പോൾ അവളെ കാണാൻ ജയിലിലുള്ള മന്ത്രി വന്നിരുന്നു. നായികയും എനിക്കറിയാം ഇതിന് പിന്നിൽ നിങ്ങളാണെന്ന്, എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. മനസ്സിലായല്ലോ, അപ്പോൾ നമുക്കിനി സുഹൃത്തുക്കളാകാം. നീ എന്നെക്കുറിച്ച് എന്തോ ഒരു രഹസ്യം ജയിലിൽ വന്നപ്പോൾ അറിഞ്ഞു. അത് അന്വേഷിക്കുന്ന പണി നിർത്തുക. ജയിലിനുള്ളിൽ ആ പെൺകുട്ടി എങ്ങനെ ഗർഭിണിയായി, ജയിലിനുള്ളിൽ എന്ത് നടക്കുന്നു എന്നതൊന്നും നീ വെറുതെ കുത്തിപ്പൊക്കരുത്. ഇത് നിനക്ക് അവസാനത്തെ വാർണിംഗ് ആണ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് പോകുന്നു. ഇത് കേട്ട് നായികയ്ക്ക് ഭയം തോന്നുന്നു. ഇപ്പോൾ കഥ വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. നമ്മുടെ നായിക അവിടെ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് പുറത്തു വന്ന് നോക്കുമ്പോൾ അവിടെ ആമിജാനും മറ്റു ചില വാർഡന്മാരും ചേർന്ന് ഒരു കവർ നായികയുടെ മുഖത്തിട്ട് അവളെ ആ ബാത്റൂമിനുള്ളിൽ വെച്ച് തന്നെ കൊല്ലാമെന്ന് നോക്കുന്നു. അപ്പോഴാണ് ആ സ്ഥലത്തേക്ക് ബിഗ്നീസ് എന്ന പേരുള്ള ഒരു സ്ത്രീ വരുന്നത്. അവരും അവിടെയുള്ള ഒരു തടവുകാരിയാണ്. ആ ബിഗ്നീസിനെ കണ്ട് ഈ ആമിജാനും അവിടുത്തെ മറ്റ് വാർഡന്മാരും ഭയന്ന് അവിടെ നിന്ന് ഓടുന്നു. ഒരു വിധത്തിൽ നായികയെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് ആ ബിഗ്നീസ് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ കഥ വീണ്ടും ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നായികയുടെ മുറിവുകളെല്ലാം ഭേദമായി അവൾ വീട്ടിലേക്ക് തിരികെ വരുന്നു. പക്ഷെ കാമുകൻ അപ്പോഴും കോമയിലാണ്. ഇപ്പോൾ നായികയുടെ മുത്തശ്ശിയും അമ്മയും വന്ന് അല്പം മടിച്ചുകൊണ്ട് നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചതിന് നിന്റെ കാമുകൻ കോമയിലാണ്, അവൻ തിരികെ വരുമോ അതോ മരിക്കുമോ എന്ന് പോലും അറിയില്ല. അച്ഛനില്ലാതെ ഈ കുഞ്ഞിനെ നീ എങ്ങനെ വളർത്തും? നീ തന്നെ അങ്ങനെ വളരാൻ വളരെയധികം കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കൂ എന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ നായിക അത് നിരസിക്കുന്നു. നിങ്ങൾ എൻ്റെ അമ്മയോ മുത്തശ്ശിയോ ആകാം, പക്ഷേ എൻ്റെ ജീവിതം ആരുടെ കൂടെ വേണം, ഞാൻ ഏത് കുഞ്ഞിനെ പ്രസവിക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഒരു പക്ഷേ ഞാൻ നിങ്ങളുടെ വയറ്റിലിരുന്നപ്പോൾ നിങ്ങളോട് ആരെങ്കിലും അച്ഛനില്ല, എന്തിനാണ് പ്രസവിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ കളഞ്ഞിരുന്നെങ്കിലോ? അങ്ങനെ കളഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. സീൻ കട്ട് ചെയ്ത് നമ്മുടെ നായിക ഒരു വയസ്സായ അപ്പൂപ്പനെ കാണാൻ വരുന്നു. അത് വേറെ ആരുമല്ല, നായികയുടെ കാമുകന്റെ അച്ഛനാണ്. അദ്ദേഹത്തെ നായിക സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. കഥ ഇപ്പോൾ പ്രസന്റ് ആണ് കാണിക്കുന്നത്. നായികയെ കൊല്ലാൻ ശ്രമിച്ചതിന് ശേഷം ആ ബിഗ്നീസ് എന്നവർ അവരെ രക്ഷിച്ചിരുന്നുവല്ലോ. അങ്ങനെ ഇപ്പോൾ നായിക അവിടുത്തെ മെഡിക്കൽ റൂമിൽ വിശ്രമിക്കുകയാണ്. അവളെ കാണാൻ ആ മന്ത്രി വരുന്നു. അതെ, ഫ്ലാഷ് ബാക്കിൽ ജയിലിലുണ്ടായിരുന്ന ആ മന്ത്രി ഇപ്പോഴും ആ ജയിലിൽ തന്നെയുണ്ട്. അദ്ദേഹം നായികയുടെ അടുത്ത് വന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞു നിർത്തൂ എന്ന്, പക്ഷെ നീ നിർത്തിയില്ല. അത് നിന്നെ ജയിൽ വരെ എത്തിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ വന്നിട്ടും നിന്റെ അഹങ്കാരം കാണിക്കാനാണ് ഭാവമെങ്കിൽ ഞാനൊന്നും ചെയ്യില്ല. ഈ ജയിലിനുള്ളിലെ ഡോണിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ രക്ഷപ്പെടും എന്നൊക്കെ പറയുന്നു. അങ്ങനെ നായിക എന്ത് ചെയ്തിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് വീണ്ടും ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നു. നമ്മുടെ നായിക അന്ന് ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ മന്ത്രി വന്ന് ഭീഷണിപ്പെടുത്തിയല്ലോ. ആ വിഷയം തൻ്റെ സിഇയോട് പറയുന്നു. ആ മന്ത്രിയാണ് ഇതിന് പിന്നിൽ. അയാൾ ആ ജയിലിനുള്ളിൽ സ്ത്രീകളെ വെച്ച് എന്തോ ചെയ്യുന്നുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം എന്നൊക്കെ സംസാരിക്കുന്നു. എങ്ങനെയോ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി ആ ജയിലിൽ ലളിത എന്ന ഗർഭിണിയായ സ്ത്രീയെ പോയി കാണുന്നു. അവരോട് സംസാരിച്ചാൽ അവരെങ്ങനെ ഗർഭിണിയായി, ജയിലിനുള്ളിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ കഴിയുമെന്ന് കരുതി നായിക അകത്ത് വരുന്നു. അതും ആ മന്ത്രി വന്ന് തടയുന്നു. നായികയുടെ അടുത്ത് തന്നെ നിന്ന് ലളിതയെ ഭയപ്പെടുത്തി സംസാരിക്കാൻ വിടാതെ ആക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് മന്ത്രി അവിടെ നിന്ന് പോയതിനു ശേഷം നായിക പതിയെ ലളിതയുടെ അടുത്ത് വന്ന് ഇപ്പോഴെങ്കിലും പറ, ധൈര്യമായി പറ, ഞാൻ നിന്നെ രക്ഷിക്കാം. ഇവിടെ എന്ത് നടക്കുന്നു?
നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണ് എന്നൊക്കെ ചോദിക്കുന്നു. അതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല, പക്ഷേ ഇത് എൻ്റെ കുഞ്ഞാണ് എന്ന് മാത്രം അവർ പറയുന്നു. ഇപ്പോൾ രാത്രിയാകുന്നു. നമ്മുടെ നായികയുടെ കാമുകൻ കോമയിലാണല്ലോ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഏതോ ഒരു രഹസ്യ സംഘം കയറി കാമുകൻ പെൻഡ്രൈവിൽ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വീഡിയോയ്ക്ക് വേണ്ടി തിരയുന്നു. അത് കാമുകന്റെ അച്ഛൻ കാണുന്നുണ്ട്. അദ്ദേഹം ഉടനെ നായികയ്ക്ക് കോൾ ചെയ്ത് ആരോ എൻ്റെ മകന്റെ റൂമിൽ വന്ന് എന്തോ തിരയുന്നു, ഉടനെ ഇങ്ങോട്ട് വാ മോളെ, പേടിയാകുന്നു എന്ന് പറയുന്നു. നായികയും ഓടിപ്പിടിച്ച് ആ സ്ഥലത്തേക്ക് വരുന്നു. അതിനുള്ളിൽ ആ വീട്ടിൽ വന്നയാൾ നായികയുടെ കാമുകന്റെ അച്ഛനെ കൊലപ്പെടുത്തിയിട്ട് അവർ തിരിഞ്ഞു വന്ന വീഡിയോ കിട്ടാതെ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത് സരോജ എന്നൊരു സ്ത്രീയാണെന്ന് കാണിക്കുന്നത്. ആ സ്ത്രീയാണ് ഇപ്പോൾ നായികയുടെ കാമുകന്റെ അച്ഛനെ കൊന്നിരിക്കുന്നത്. ഇപ്പോൾ കഥ പ്രസന്റ് ആണ് കാണിക്കുന്നത്. നമ്മുടെ നായിക മെഡിക്കൽ റൂമിലിരിക്കുമ്പോൾ അവിടെ ചില ഭയങ്കരമായ ശബ്ദങ്ങൾ കേൾക്കുന്നു. അവളും എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു പോയി നോക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയുള്ള മറ്റൊരു തടവുകാരി, പുറത്തേക്കൊന്നും പോകരുത്, ഇത് ഗ്യാങ് വാർ ആണ്, ഇവിടെ ആമി ജാൻ എന്നൊരാളില്ലേ, അതുപോലെ ബിഗ്നസ് എന്നൊരു സ്ത്രീയുമുണ്ട്. ആ ബിഗ്നസ് ആണ് നീ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ ആമി ജാനിൽ നിന്ന് നിന്നെ രക്ഷിച്ചത്. ഇപ്പോൾ ആമി ജാൻ ഗ്യാങ്ങും ബിഗ്നീസ് ഗ്യാങ്ങും തമ്മിൽ വഴക്ക് നടക്കുകയാണ് എന്ന് പറയുന്നു. ആ ബിഗ്നീസ്, നിങ്ങൾക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാണ് ഗർഭിണിയായ ഒരു സ്ത്രീയെ തല്ലിയത്, നിങ്ങൾക്ക് ചോദിക്കാൻ ആളില്ലേ എന്ന് ചോദിച്ച് ആമി ജാൻ ഗ്യാങ്ങിലുള്ള ഒരു പെണ്ണിനെ കൊല്ലുന്നു. ഇതിൽ ആമി ജാന് ദേഷ്യം വരുന്നു. ഇവിടെ നായികയും കാമുകന്റെ അച്ഛൻ മരിച്ചതിന് മന്ത്രിയാണ് കാരണമെന്ന് സംശയിക്കുന്നു. എന്നാൽ തെളിവില്ലാതെ നടപടിയെടുക്കാൻ കഴിയില്ലെന്ന് പോലീസുകാർ മന്ത്രിക്ക് പിന്തുണ നൽകുന്നു. അങ്ങനെയാണ് നായികയ്ക്ക് ഒരു ലിസ്റ്റ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ 2 വർഷമായി എത്ര സ്ത്രീകൾ ആ ജയിലിൽ അറസ്റ്റിലായി, അതിൽ എത്ര പേർ പരോളിൽ പുറത്തുപോയി എന്നറിയാൻ ആഗ്രഹിക്കുന്നു. അതിനായി കോടതിയിൽ പരിചയമുള്ള ഒരു വക്കീലിനെ കാണുന്നു. ആ ലിസ്റ്റെല്ലാം ഇരിക്കുന്ന റൂമിന്റെ ആക്സസ് രഹസ്യമായി വാങ്ങി ആ റൂമിൽ വന്ന് ഫയലുകൾ എടുത്തു നോക്കുന്നു. ആ ഫയലുകൾ അവൾക്ക് വലിയൊരു ഞെട്ടലാണ് കൊടുത്തത്. അതെന്താണെന്ന് നോക്കുന്നതിന് മുൻപ് കഥ വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. നായിക മെഡിക്കൽ റൂമിൽ ഇരിക്കുമ്പോൾ തനിക്ക് സഹായം ചെയ്യുന്ന പെൺകുട്ടിയോട് ആരാണ് ആ ബിഗ്നസ്, അവരെന്തിനാണ് എന്നെ സഹായിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതിനാ പെൺകുട്ടി, എന്ത് പറ്റി, ബിഗ്നസ് ജാൻ നിന്നെ സഹായിച്ചോ, അവരാരാണെന്ന് അറിയാമോ, ഈ ജയിലിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല, പക്ഷെ അവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയുള്ളവർ നിന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് എന്ന് പറയുന്നു. കഥ വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നായിക ആ റിപ്പോർട്ടിൽ എന്താണ് കണ്ടുപിടിച്ചതെന്നറിയാമോ? കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ആ ജയിലിലുള്ള ധാരാളം സ്ത്രീകൾ പരോളിൽ പുറത്തു പോയിട്ടുണ്ട്. അങ്ങനെ പുറത്തു പോയ ആരും തിരികെ വന്നിട്ടില്ല. അവരുടെ റിപ്പോർട്ടേ ഇല്ല. ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. അത് പോലീസുകാരും സർക്കാരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ കാണാതായ സ്ത്രീകൾ എവിടെ പോയി എന്ന ചോദ്യം നിലനിൽക്കുന്നു. ഇത് പുറത്തറിയാതെ നോക്കുകയാണ്. അത് നായിക കണ്ടുപിടിക്കുന്നു. ഇത്രയും വലിയ കാര്യം നടക്കുന്നുണ്ടല്ലോ എന്ന ഞെട്ടലോടെ ഒരു ചായക്കടയിൽ ഇരിക്കുമ്പോൾ നായികയെ കാണാൻ സരോജ എന്ന സ്ത്രീ വരുന്നു. അതായത് നായികയുടെ കാമുകന്റെ അച്ഛനെ കൊന്നവർ. അവർ വളരെ സാധാരണയായി നായികയുടെ അടുത്ത് വന്നിരുന്ന്, മോളെ, നിന്നെ ഇവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ആ TV-യിൽ ന്യൂസ് വായിക്കാറുണ്ടല്ലോ, സുന്ദരിയായിട്ടാണല്ലോ വായിക്കുന്നത്, അടുത്ത് കാണാനും നല്ല വെളുത്ത് സുന്ദരിയായിരിക്കുന്നല്ലോ എന്നൊക്കെ പറയുന്നു. നിനക്ക് ആ മന്ത്രിയുമായി എന്തോ പ്രശ്നമുണ്ടല്ലോ, നിന്നെ ആരും ലോറി വെച്ച് ഇടിച്ചില്ലേ, നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ, ഇനി ഇങ്ങനെ ധൈര്യമായി പുറത്ത് കറങ്ങരുത്, വീട്ടിൽ അനിയത്തെയും അമ്മയെയും ഒക്കെ സൂക്ഷിച്ചോ, ഇനിയും എന്തെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കിയാൽ ഞാൻ നിന്റെ വീട്ടിൽ വരേണ്ടി വരും എന്ന് നായികയെ ഭീഷണിപ്പെടുത്തുന്നു. ഇതിൽ അവൾ ഭയന്നു പോകുന്നു. ഇപ്പോൾ റിപ്പോർട്ടിൽ അറിഞ്ഞ കാര്യവും തന്റെ ഓഫീസിൽ വന്ന് ക്യാമറാമാനോട് പറയുന്നു. എൻ്റെ ബോയ്ഫ്രണ്ടിനൊരു സുഹൃത്തുണ്ട്, നമുക്ക് അവനെ പോയി കാണാം, അവന്റെ പേര് ഷാഹിദ്, അവന് ചിലപ്പോൾ സത്യങ്ങൾ അറിയാമായിരിക്കും എന്ന് പറഞ്ഞ് നായിക അവനെ കാണാൻ പോകുന്നു. എന്നാൽ അത് മുൻകൂട്ടി അറിയുന്ന ആ സരോജ ഷാഹിദിന്റെ വീട്ടിലേക്ക് വരുന്നു. കുറച്ച് വെള്ളം തരുമോ അനിയ എന്ന് ചോദിച്ച് വീടിനുള്ളിൽ കയറി നായിക കാണുന്നതിന് മുൻപേ ആ സരോജ ഷാഹിദിനെ കൊല്ലുന്നു. ഇപ്പോൾ നമ്മുടെ നായിക ആ സ്ഥലത്തേക്ക് വരുമ്പോൾ ഷാഹിദിന്റെ വാതിൽ തുറന്നു നോക്കിയാൽ അവൻ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അത് കാണുന്ന നായിക ഭയന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അപ്പോഴാണ് താൻ എത്ര വലിയ പ്രശ്നത്തിലാണ് ഉള്ളതെന്ന് മനസ്സിലാകുന്നത്. ഇതേ സമയം മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് നായികയ്ക്കൊരു മെസ്സേജ് വരുന്നു. ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, ആ മന്ത്രിയാണ് നമ്മളെ ഇങ്ങനെ ചെയ്യുന്നത്, അയാളുടെ പാർട്ടിയിലുള്ള മറ്റൊരു മന്ത്രിയോട് പോയി ഈ കാര്യം പറയാമെന്ന് അവർ കരുതുന്നു. അങ്ങനെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചാറ്റർജി എന്ന മറ്റൊരു മന്ത്രിയെ കാണിക്കുന്നു. ഇപ്പോൾ ജയിലിലുള്ള മന്ത്രിയുടെ പദവിയാണ് ഈ ചാറ്റർജിക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം പ്രസ് മീറ്റിൽ താൻ നല്ലവനാണെന്ന് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഥ വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. ബിഗ്നസ് എന്ന സ്ത്രീ, അതായത് നായികയെ രക്ഷിച്ചവർ, അവരോട് ജയിലിൽ വന്ന് സംസാരിക്കുന്നു. എന്താ ബിഗ്നസ്, ജയിലിനുള്ളിലെ ഗർഭിണികളെയൊക്കെ രക്ഷിക്കുകയാണോ, നല്ലവളായോ എന്ന് ചോദിക്കുന്നു. ആര് നല്ലവൾ, ഞാൻ വളരെ മോശമാണ്, ഞാൻ എത്ര നാളായി തനിച്ചായിരിക്കുന്നു, ആ പെണ്ണിനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു,
അവളെ എങ്ങനെയെങ്കിലും എനിക്ക് വേണം, അതുകൊണ്ടാണ് അവളെ രക്ഷിച്ചത്. നീ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ആ പെണ്ണിനെ എൻ്റെ സെല്ലിലേക്ക് മാറ്റ്. അതിനുശേഷം അവരുടെ വില്ലത്തരം വെളിപ്പെടുന്നു. ജയിലറും ആ പെണ്ണിനി എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താലും മാറ്റിത്തരാമെന്ന് വാക്കുകൊടുക്കുന്നു. ഇപ്പോൾ ജയിലിലുള്ള നായികയെ കാണാൻ ആ ചാറ്റർജി എന്ന മന്ത്രി വരുന്നു. നായികയെ കണ്ടയുടനെ അതേ ജയിലിലുള്ള ആ പഴയ മന്ത്രിയെയും, അതായത് വളരെ നാളായി ജയിലിലുള്ള അയാളെയും വന്ന് കാണുന്നു. ഇരുവരും ശത്രുക്കളായിരിക്കും പദവിക്ക് വേണ്ടി. എന്താ, നിന്റെ കേസെല്ലാം പുറത്ത് ക്ലിയർ ആയോ? വേഗം നിനക്ക് മോചനം കിട്ടുമോ? പക്ഷെ മോചനം കിട്ടിയതിനു ശേഷം എൻ്റെ പദവിയിൽ ആശ വെക്കരുത് എന്ന് ചാറ്റർജി പറയുന്നു. അതിന് ആ പഴയ മന്ത്രി, അതെന്താ നിന്റെ പദവി? എൻ്റെ കയ്യിൽ നിന്നല്ലേ നിനക്കത് കിട്ടിയത്? അതിനുള്ളിൽ നിന്റെ പദവിയായോ? പുറത്തു വന്നതിന് ശേഷം നിങ്ങൾക്കെല്ലാം ഉണ്ട് എന്ന് പറയുന്നു. നായിക ഇപ്പോഴും മെഡിക്കൽ റൂമിലാണ്. തൻ്റെ സുഹൃത്തിനോട് 6 മാസം മുൻപ് ഈ ജയിലിൽ ലളിത എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, ഗർഭിണിയായിരുന്നില്ലേ? ആ സ്ത്രീയെ കാണുന്നില്ലല്ലോ, അവർ എവിടെ പോയി എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ആ സുഹൃത്ത്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ കുറച്ചു പേരോട് പറഞ്ഞു, അവരാരും വിശ്വസിച്ചില്ല. ഒരു 3 മാസം മുൻപ് ആ ലളിതയെ ഇവിടുത്തെ വാർഡന്മാർ എല്ലാവരും ചേർന്ന് ഒരു കയറിൽ കെട്ടിത്തൂക്കി കൊന്നു. അവരുടെ ശരീരം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. പക്ഷെ അത് പറഞ്ഞതിന് എന്നെ ഭ്രാന്തി എന്ന് പറഞ്ഞു എന്ന സത്യം അവർ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നായികയുടെ ശരീരം വിറയ്ക്കുന്നു. അപ്പോൾ ഈ ജയിലിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും പുറത്തറിയില്ലെന്ന് അവർ കരുതുന്നു. സീൻ കട്ട് ചെയ്ത് കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. നായിക പല വഴികളിൽ സത്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ കാമുകൻ പറഞ്ഞ പെൻഡ്രൈവിനെ കുറിച്ചും വീഡിയോയെക്കുറിച്ചും ഓർമ്മ വരുന്നു. ക്യാമറമാനോടൊപ്പം കാമുകന്റെ വീട്ടിൽ വന്ന് ആ പെൻഡ്രൈവ് എവിടെയാണെന്ന് തിരയുന്നു. ഒരു പൂച്ചട്ടിയുടെ അടിയിലാണ് ആ പെൻഡ്രൈവ് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. അതെടുത്ത് നായികയും ക്യാമറാമാനും അവിടുന്ന് പോകുമ്പോൾ ആ സ്ഥലത്തേക്ക് സരോജ വരുന്നു. ഒരു കമ്പി വെച്ച് ക്യാമറാമാന്റെ കഴുത്തിൽ മുറിവേൽപ്പിച്ച്, മര്യാദയ്ക്ക് ആ പെൻഡ്രൈവ് എൻ്റെ കയ്യിൽ തന്നോ, ഇല്ലെങ്കിൽ ഈ ക്യാമറാമാനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. വേറെ വഴിയില്ലാതെ നായികയും ആ വീഡിയോ സരോജയുടെ കയ്യിൽ കൊടുക്കുന്നു. മറ്റൊരു വശത്ത് കഥ ഇപ്പോൾ പ്രസന്റ് ആണ് കാണിക്കുന്നത്. മെഡിക്കൽ റൂമിലുണ്ടായിരുന്ന നായികയെ ജയിലർ വിളിപ്പിച്ച് അവന്റെ മുറിയിൽ വെച്ച് മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നു. അതിൽ നായികയ്ക്ക് ദേഷ്യം വന്ന് ഒരു പെൻസിൽ എടുത്ത് ജയിലറുടെ കഴുത്തിൽ തന്നെ കുത്തുന്നു. ജയിലർ വിഗ്നസിനോട് പ്രോമിസ് ചെയ്തിരുന്നല്ലോ, ഇവൾ എന്തെങ്കിലും ചെയ്താൽ നിന്റെ റൂമിലേക്ക് അയക്കാമെന്ന്. അങ്ങനെ ഇത് കാരണമായി വെച്ച് ഇപ്പോൾ നായികയെ വിഗ്നസിന്റെ റൂമിലേക്ക് മാറ്റുന്നു. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ നായിക സരോജയുടെ കയ്യിൽ പെൻഡ്രൈവ് കൊടുത്ത് തന്റെ ക്യാമറാമാനെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ അവിടെ കുറച്ച് പോലീസുകാർ വരുന്നു. നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. എന്തിന് എന്ന് ചോദിച്ചതിന്, നിങ്ങളുടെ കാമുകന് അപകടം നടക്കുമ്പോഴും കാമുകന്റെ അച്ഛൻ മരിക്കുമ്പോഴും കാമുകന്റെ സുഹൃത്ത് മരിക്കുമ്പോഴും നിങ്ങൾ ആ സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി. അതുകൊണ്ടാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ നായികയെ അറസ്റ്റ് ചെയ്യുന്നു. സത്യം കണ്ടുപിടിക്കാൻ പോയി ഇങ്ങനെ അറസ്റ്റിലായി. അതുകൊണ്ടാണ് നമ്മുടെ നായിക ഈ ജയിലിനുള്ളിൽ വന്നത്. ഇപ്പോൾ വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. വിഗ്നസിന്റെ മുറിയിലേക്ക് നായിക വരുന്നു. എന്നാൽ നായിക വിചാരിച്ചതുപോലെ വിഗ്നസ് മോശം സ്ത്രീ ആയിരുന്നില്ല. അവരും, ഞാനൊരു 15 വർഷം മുൻപ് ഈ ജയിലിൽ വന്നതാണ്. എനിക്കൊരു ഭർത്താവുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചുപോയി. അതിനുശേഷം തനിച്ചാണ് എൻ്റെ മകളെ വളർത്തിയത്. അപ്പോൾ ഞാൻ ഒരാളെ കണ്ടു. അയാളെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. എൻ്റെ മകളും വലിയ പെൺകുട്ടിയായി. അവൾക്കൊരു 15 16 വയസ്സുള്ളപ്പോൾ ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ച എൻ്റെ ഭർത്താവ് എൻ്റെ മകളെയും തെറ്റായ കണ്ണോടെ നോക്കി. അതിനെനിക്ക് ദേഷ്യം വന്ന് അവനെ കൊന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ 15 വർഷമായി ജയിലിൽ കിടക്കുന്നത്. അതിനുശേഷം എൻ്റെ മകളെ ഞാൻ കണ്ടിട്ടില്ല. അവൾ എങ്ങനെയുണ്ടെന്ന് പോലും അറിയില്ല. നിന്നെ കാണുമ്പോൾ എൻ്റെ മകളെ കാണുന്നത് പോലെയുണ്ട്. കാരണം എൻ്റെ മകളുടെ പേര് അനുരാധ. അവളെ ഞാൻ അനു എന്നാണ് വിളിക്കുന്നത്. നിന്റെ പേര് അനുമിത. നിന്നെയും ഇവിടെ അനു എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ നായികയും ഈ ജയിലിൽ നിന്ന് ധാരാളം സ്ത്രീകളെ കാണാതാകുന്നുണ്ടല്ലോ, അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നു. അവരെയൊന്നും കാണാതാകുന്നതല്ല, തട്ടിക്കൊണ്ടു പോകുന്നതാണ്. ഇവിടെ ഒരു മന്ത്രിയില്ലേ, ആ മന്ത്രി ആ സ്ത്രീകളെ പരോളിൽ പുറത്തിറക്കി വിദേശത്തേക്ക് വിൽക്കും. അതുകൂടാതെ ആ മന്ത്രിക്ക് ആവശ്യമെങ്കിൽ ഇവിടുത്തെ സ്ത്രീകളെ അവൻ ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ലളിത എന്ന പെൺകുട്ടി ഗർഭിണിയായത് എന്ന സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നു. ഇതിൽ പ്രധാന സംഭവം എന്തെന്നാൽ, ഇന്ന് രാത്രിയും ഒരു കൺസൈൻമെന്റ് പോകുന്നുണ്ട്. ആ കൺസൈൻമെന്റ് എന്നാൽ ഇന്നും ഒരു 20 സ്ത്രീകളെ പരോൾ എന്ന പേരിൽ പുറത്തു കൊണ്ടുവന്ന് വിദേശത്തേക്ക് കടത്താൻ പോവുകയാണ്. അതും ആ മന്ത്രിയാണ് ചെയ്യുന്നതെന്ന് അവർ പറയുന്നു. നമ്മുടെ നായിക ഇതെങ്ങനെയെങ്കിലും തടയണമെന്ന് കരുതുന്നു. വിഗ്നസിനോട്, നിങ്ങൾ ഒരു തവണ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ, അതുപോലെ ഇന്ന് എന്നെ രക്ഷപ്പെടാൻ സഹായിക്കാമോ എന്ന് ചോദിക്കുന്നു. വിഗ്നസും അതിന് സമ്മതിക്കുന്നു. അങ്ങനെ പരോളിൽ എടുത്ത സ്ത്രീകളെ എല്ലാവരെയും ഒരു കണ്ടെയ്നറിൽ ഒരു അജ്ഞാതൻ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ആ സ്ഥലത്തേക്ക് വിഗ്നസ് മതിലെല്ലാം ചാടിക്കടന്ന് നായികയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ കാവലിന് നിൽക്കുന്നത് ആമി ജാനാണ്. ആമി ജാനുമായി വിഗ്നസ് വഴക്കിടുന്നു.
അത് അവസരമായി ഉപയോഗിച്ച് അവിടുത്തെ പോലീസുകാരനെ നായിക കറക്റ്റ് ചെയ്ത് ആ കണ്ടെയ്നറിനുള്ളിൽ കയറുന്നു. മറ്റൊരു വശത്ത് ആമിജാനെ ഒരു കല്ലെടുത്ത് ബിഗ്നസ് കൊല്ലുന്നു. സീൻ കട്ട് ചെയ്ത് ആ കണ്ടെയ്നർ ഷിപ്പൊക്കെയുള്ള ഒരു സ്ഥലത്തേക്ക് വരുന്നു. ഇപ്പോൾ അവിടെ മന്ത്രിയും അയാളുടെ ടീമും പരോളിലെടുത്ത 20 സ്ത്രീകളെയും വിദേശത്തേക്ക് കടത്താനായി കണ്ടെയ്നറിൽ നിന്ന് പുറത്തിറക്കുന്നു. അപ്പോൾ അതിനുള്ളിൽ നായിക ഇരിക്കുന്നത് കാണുന്നു. ഇവൾ എങ്ങനെ ഇതിനുള്ളിൽ വന്നു എന്ന രീതിയിൽ എല്ലാവരും ഷോക്ക് ആകുന്നു. നായികയും പുറത്തു വന്ന് ആ കണ്ടെയ്നറിന് മുകളിൽ കൈവച്ചിട്ട് താഴെ ഇറങ്ങുന്നു. നേരെ മന്ത്രിയുടെ അടുത്ത് വന്ന്, അപ്പോൾ ഇതാണല്ലേ നീ ജയിലിനുള്ളിൽ ചെയ്യുന്നത്? നീ ജയിലിൽ വന്നിട്ടും തിരുത്താതെ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നു. ഇത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത് കൊണ്ടാണ് എന്നെയും എൻ്റെ കാമുകനെയും ആക്സിഡന്റിൽ പെടുത്തിയതും എൻ്റെ കാമുകന്റെ അച്ഛനെയും സുഹൃത്തിനെയും ആ സരോജയെ വെച്ച് കൊന്നതും എന്ന് ചോദിക്കുന്നുണ്ട്. മന്ത്രിയും അതെല്ലാം സമ്മതിച്ച് അതെ ഞാനാണിതെല്ലാം ചെയ്തത് എന്ന് പറയുന്നു. ഇപ്പോൾ ഈ സത്യം നീയും അറിഞ്ഞില്ലേ? നിനക്ക് ഈ സ്ഥലം വിട്ടു പോകാൻ കഴിയില്ല. ഇവിടെ തന്നെ നിന്നെ കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞ് നായികയെ അടിക്കാൻ വരുന്നു. അപ്പോഴാണ് നമ്മുടെ നായികയുടെ കോളറിൽ ഒരു ക്യാമറ ഇരിക്കുന്നത് അദ്ദേഹം കാണുന്നത്. ഇതെന്താ ക്യാമറ? ഇതെല്ലാം ഷൂട്ട് ചെയ്ത് പുറത്തു കൊടുക്കാൻ നോക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും സാധാരണ ക്യാമറയല്ല, ഇതൊരു ലൈവ് ക്യാമറയാണ് എന്നൊരു ട്വിസ്റ്റ് അവിടെ പറയുന്നു. മുൻപ് നായികയെ കാണാൻ ചാറ്റർജി എന്നൊരു മന്ത്രി വന്നിരുന്നല്ലോ. അദ്ദേഹമാണ് നായികയോട് നീ ആ പഴയ മന്ത്രിക്കെതിരെ എന്ത് ചെയ്താലും എന്നോട് പറഞ്ഞിട്ട് ചെയ്യണം, എനിക്ക് അവൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കണം എന്നാണ്, അപ്പോഴേ എനിക്ക് പദവി കിട്ടൂ എന്ന് പറഞ്ഞ് സഹായിച്ചിരുന്നത്. അതനുസരിച്ച് അവിടുത്തെ 2 പോലീസുകാരെ നായികയെ സഹായിക്കാൻ അയച്ചിരുന്നു. അവരാണ് ഈ ലൈവ് ക്യാമറ നായികയുടെ കയ്യിൽ കൊടുത്ത് ഇതെല്ലാം റെക്കോർഡ് ചെയ്യാൻ വെച്ചത്. അങ്ങനെ നായിക ഈ പഴയ മന്ത്രി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് TV-യിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ അവർ മറ്റൊരു ക്യാമറയും സെറ്റ് ചെയ്തിരുന്നു. കണ്ടെയ്നറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കൈവച്ചത് അതിലും ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അങ്ങനെ ആ 2 ക്യാമറയും അവിടെ റെക്കോർഡ് ചെയ്ത് ആ മന്ത്രിയെ കൊടുക്കുന്നു. ആ മന്ത്രി അവിടുത്തെ പോലീസുകാരാൽ ചുറ്റപ്പെട്ട് കൈയോടെ പിടിക്കപ്പെടുന്നു. എന്നിട്ടും പോലീസിന്റെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങി നായികയെ കൊല്ലാൻ വരുന്നു. ഇപ്പോൾ നായിക ആ തോക്ക് തിരിച്ചു വാങ്ങി ആ മന്ത്രിയെ കൊല്ലുന്നു. അങ്ങനെ ആ ജയിലിനുള്ളിലെ 20 സ്ത്രീകളെയും നായിക രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുന്നു. നായികയുടെ മേൽ തെറ്റില്ലെന്ന് പറഞ്ഞ് അവരെ മോചിപ്പിക്കുന്നു. ഒടുവിൽ നായിക അവരുടെ TV സ്റ്റേഷനിലേക്ക് ജോലിക്ക് വരുന്നു. എന്നാൽ നേരെ വന്ന് രാജിക്കത്ത് കൊടുക്കുന്നു. CEO ഞെട്ടിപ്പോകുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചതിന് ഇതിൽ നിങ്ങൾക്കും ഒരു ബന്ധമുണ്ട്, നിങ്ങളാണ് എല്ലാത്തിനും കാരണം എന്നൊരു ട്വിസ്റ്റ് പറയുന്നു. അതായത് ഇവർ ഓരോ വിഷയവും കണ്ടുപിടിക്കുമ്പോൾ CEOയോടാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ തൻ്റെ കാമുകൻ ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്, പെൻഡ്രൈവിലുണ്ട് എന്ന വിഷയവും ഈ CEOയോടാണ് പറഞ്ഞിരുന്നത്. ഈ CEO ആണ് മന്ത്രിക്ക് അനുകൂലമായി അത് മന്ത്രിയോട് പറഞ്ഞത്. അങ്ങനെയാണ് സരോജ വന്ന് ആ തെളിവ് നശിപ്പിച്ചത്. അഴിമതി നിറഞ്ഞ ഒരു ന്യൂസ് ചാനലിൽ എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, ഞാൻ തന്നെ ഒരു ന്യൂസ് ചാനൽ തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് നായിക അവിടെ നിന്ന് പുറത്തു വരുന്നു. ഇപ്പോൾ നായികയുടെ കാമുകനും കോമയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ഇവർ സന്തോഷമായി ജീവിക്കുന്നു. അവിടെ തെറ്റ് ചെയ്തവർക്കെല്ലാം ശിക്ഷ കിട്ടുന്നു. എന്നാൽ അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെടുന്നു. അത് സരോജയാണ്. ആ സരോജ ഇതെല്ലാം TV-യിൽ കണ്ടുകൊണ്ട് നായികയെ നോക്കി ദേഷ്യപ്പെടുന്നു. ഇതോടെ ഈ സിനിമയുടെ കഥ അവസാനിപ്പിച്ച് 2ാം സീസണിൽ ബാക്കി കാണാം എന്ന രീതിയിൽ നിർത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.